ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? 5 സ്റ്റാർ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി വളരെ സിമ്പിളും എങ്കിൽ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ബനാന പുഡിംഗ് ആണ്. ഗസ്റ്റ് ഒക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് പുഡിംഗ് ഉണ്ടാക്കുന്ന ആ പാത്രം ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അതിനായിട്ട് 1 ടീസ്പൂൺ നെയ്യൊന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി പുഡിങ്ങിന്റെ ടോപ്പിങ്ങിനായിട്ട് പഞ്ചസാരയൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് സോസ് പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് പഞ്ചസാര നല്ലതായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ പഞ്ചസാര നല്ലതായിട്ട് മെൽറ്റായിട്ട് വന്നോളും. പഞ്ചസാര കളർ മാറി അലിഞ്ഞിങ്ങനെ വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. കാരമൽ പുഡിംഗ് ഉണ്ടാക്കുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് ഇതും തയ്യാറാക്കുന്നത്. കാരമൽ പുഡിങ്ങിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണണേ. എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ലോ ഫ്ലെയിമിൽ നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ആ ഗ്രീസ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. കളർ മാറി തുടങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കാരമലൈസ് ചെയ്തത് ഒരുപാടങ്ങ് കളർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഒരു കയ്പ്പ് രസം ഉണ്ടാകും. ഇനി പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് 2 പഴുത്ത റോബസ്റ്റ പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ടയും ഈ പഴവും കൂടെ ഇട്ട് നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു മീഡിയം മധുരമാണ്. നല്ല മധുരം വേണമെങ്കിൽ 3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഞാനിവിടെ നല്ലതായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുള്ള 1 കപ്പ് പാലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം മിക്സിയുടെ ജാറിൽ ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തോണ്ട് വരാം. ഇനി ഇത് അരിപ്പയിലൂടെ പുഡിംഗ് ഉണ്ടാക്കുന്ന ആ പാത്രത്തിലേക്ക് അരിച്ചൊന്നൊഴിക്കണം. പഴത്തിന്റെയോ മുട്ടയുടെയോ തരികളൊക്കെ ഒന്ന് മാറാനാണ് ഇങ്ങനെ ഒന്ന് അരിച്ചൊഴിക്കുന്നത്. ഇനി ഇത് ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് നല്ലതായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഞാനിത് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. അതിനായിട്ട് കടായിലേക്ക് കുറച്ചധികം വെള്ളം വെച്ച് സ്റ്റാൻഡ് വെച്ചിട്ടാണ് ഞാനിത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് സ്റ്റീമർ ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഇത് സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ്. ഇതിന് മീഡിയം ഫ്ലെയിമിൽ 25 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കുക. ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ടോ എന്നറിയാനായിട്ട് ടൂത്ത് പിക്കോ ഒരു സ്ക്യൂറോ ഉപയോഗിച്ചൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. പുഡിംഗ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അധികം ചേരുവകളൊന്നും ഇല്ലാത്ത നല്ലൊരു ഡെസേർട്ടാണിത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വയലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു പുഡിംഗ് ആണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായം ഒന്ന് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.